ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ താൻ ചെയ്തിട്ടില്ലെന്ന് സിനിമാ താരം അബു സലീം. കായിക താരങ്ങൾ മാത്രമല്ല, എല്ലാവരും ലഹരിക്കെതിരെ നിലപാടെടുക്കണമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവനും ലഹരിയോട് നോ പറയാൻ ജനങ്ങൾ സജ്ജരാകണമെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി ദേവമനോഹറും പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ റാലിക്കിടെയായിരുന്നു പ്രതികരണം. കാളിദാസൻ ദേവത്തൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കേരള പോലീസ് വയനാട് ജില്ല സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ റാലിയാണ്. ഇവിടെ ഈ റാലിയുടെ ഭാഗമാകാൻ സിനിമാ താരം അബു സലീമും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവനും ഒക്കെ തന്നെയുണ്ട്. സാധാരണ സിനിമകളിലൊക്കെ വില്ലനാണ്, ഈ ലഹരിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ പറയുന്ന തരത്തിലൊക്കെ ഒരു വില്ലനാണല്ലോ. ഇപ്പൊ പക്ഷേ ഈ ലഹരി വിരുദ്ധ റാലിയുടെ ഭാഗമാകുമ്പോൾ എന്താ പറയുന്നത്? ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന വേഷമൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ലഹരി പ്രോത്സാഹിപ്പിക്കില്ല എവിടെയും. കാരണം അത് ഈ സർക്കാർ ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ലഹരി വിരുദ്ധ ഒരു റാലി നടത്തി ജനങ്ങളത് ബോധവൽക്കരിക്കുകയും എല്ലാവരും ഇതിന്റെ ഭാഗമാക്കുക എന്നുള്ള അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് ഈ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ള ലഹരികൾ ഒഴിവാക്കി നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്താൻ നമുക്ക് കഴിയണം. അതിന് ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ ചെയ്. എന്താണ് ഇന്നത്തെ ഈ ഒരു ലഹരി വിരുദ്ധ ദിനത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഒരു ക്രിക്കറ്റ് താരമാണ്, ഒരു കായിക താരം. ഒരു കായിക താരം എന്ന നിലയിൽ ഇതുപോലെയുള്ള ഡ്രഗ്സിനെതിരെ നോ പറയാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ ഒരു കായിക താരം മാത്രമല്ല, ഒരു ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ നോ പറയേണ്ട ഒരു സാധനമാണ് ഡ്രഗ്സ്. നമ്മളെ ഇതിലേക്ക് പ്രകോപിപ്പിക്കാനും നമ്മളെ എന്താ പറയാ ഇതിലേക്ക് വലിച്ചഴിക്കാനും ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവർക്കെതിരെല്ലാം ഒരു നോ പറഞ്ഞ് നിങ്ങളുടെ നല്ലൊരു ലൈഫ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളുമായിട്ട് മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന തുഫാൻ അത് വളരെ കാര്യക്ഷമമായിട്ട് ജില്ലയിൽ നടന്നു പോകുന്നുണ്ട്. വരുന്ന തലമുറയെ ലഹരിയുടെ കരാളകസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ മൊത്തം സഹകരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ലഹരി നിർമ്മാർജ്ജന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ്, ബോധവൽക്കരണം ഉൾപ്പെടെ നടത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ അത് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞത്. തൂഫാന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ പോകുന്നുണ്ട്. ലഹരിയോട് ഇനി യുവതലമുറയും ജനങ്ങളും നോ എന്ന് തന്നെ പറയുക. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.